ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A2Zന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കേരള PSCയുടെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്ഡേഷൻ ഇതാണ്: കോഴിക്കോട് ജില്ലയിൽ OMR പരീക്ഷ എഴുതിയ 24/2/2018 OMR പരീക്ഷ എഴുതിയ 501/2017 അതിൻ്റെ പോസ്റ്റ് നെയിം വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന തസ്തികയിലേക്ക് 24/2/2018 ഡേറ്റ് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. 24/2/2018 കാറ്റഗറി നമ്പർ 501/2017. ജില്ലയും ഓർത്തിരിക്കുക, കോഴിക്കോട് ജില്ലയിലാണ്. ബാക്കിയുള്ള ജില്ലയിലല്ല, കോഴിക്കോട് ജില്ലയിൽ OMR പരീക്ഷ എഴുതിയ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും പുനർപരീക്ഷ നടത്തുവാൻ ബഹുമാനപ്പെട്ട കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ 24/2/2018 എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരു ന്യൂസ് കണ്ടിരുന്നു. കുറച്ച് നമ്മുടെ OMR ഷീറ്റുകൾ ചെതലരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് കണ്ടിരുന്നു. അപ്പം ഞാൻ പൊതുവെ കരുതിയത് അതൊരു ഫേക്ക് ന്യൂസ് എന്നാണ്. അപ്പോൾ ഇന്ന് PSCയുടെ വെബ്സൈറ്റിൽ പോയപ്പോഴാണ് അതിൽ കണ്ടത് ഈ ഒരു എക്സാം വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന തസ്തിക നടത്താൻ ഉദ്ദേശിക്കുന്നത് 27/7/2019 അപ്പോൾ 27/7/2019 അന്ന് വേറൊരു എക്സാം നടക്കുന്നത്. വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ NCA നോട്ടിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. 196/18 to 205/18 എന്ന് പറഞ്ഞ എക്സാം 27/7/2019 നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 24/2/2018 നടത്തിയ അന്ന് എഴുതിയ എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാൻ കഴിയും, ഒരു എക്സാം നടക്കുന്നത് ഏകദേശം ഒരു നോട്ടിഫിക്കേഷൻ വന്ന് 6-7 മാസത്തിന് ശേഷമാണ് ഒരു എക്സാം നടക്കുന്നത്. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ്, 1-1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ഷോർട്ട് ലിസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷത്തോളം വീണ്ടും നിന്നിട്ടാണ് റാങ്ക് ലിസ്റ്റും അതുപോലെ അതിൻ്റെ ആളെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു വർഷവും ഏകദേശം കഴിഞ്ഞ വർഷം 24/2 മാസം 2018 നടന്ന എക്സാം ഇപ്പോൾ ഒരു വർഷവും അതുപോലെ 3 മാസവും കഴിഞ്ഞ ശേഷം വീണ്ടും പറയാണ് ആ ഒരു എക്സാം നിങ്ങൾ വീണ്ടും എഴുതണമെന്ന് പറയാനാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ ഇതിനെക്കുറിച്ച്? കാരണം ആത്മാർത്ഥമായിട്ട് ഉറക്കമുളച്ച് എക്സാം എഴുതി ഫസ്റ്റ് ഈ ഒരു 24/2/2018 എക്സാം എഴുതിയ അതിൽ ഒരു 90 മാർക്ക് സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥി എന്തായിരിക്കും അയാളുടെ ഒരു വിലയിരുത്തൽ? ഇനി ചിതലരിച്ച കാരണം കൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ആ ഒരു എക്സാം തന്നെ കോഴിക്കോട് ജില്ലയിലെ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഉദ്യോഗാർത്ഥികളെ പറഞ്ഞിട്ടുള്ളൂ, മറ്റുള്ള ജില്ലയിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി വരികയാണെങ്കിൽ ഇനിയും കൂടുതൽ പ്രതീക്ഷിക്കാം. കാരണം ഇനിയും ഇത്തരത്തിലുള്ള ചെതലരിയും അതുപോലെ വേറെ പരിപാടി ഉണ്ടെങ്കിൽ ഇനിയും മാറ്റി വെക്കാൻ സാധ്യതയുണ്ട്. വീണ്ടും നമ്മോട് എഴുതാൻ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്താണ് ഈ കേരള PSCയിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ തോന്നുന്നത്? കാരണം മറ്റുള്ളത് ഓൺലൈനൊക്കെ എക്സാം ആകുന്നത് കൊണ്ടായിരിക്കും പെട്ടെന്ന് റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇത് ഏകദേശം വളരെ നീണ്ടു പോകുന്ന പ്രവണത ഉണ്ട്. പക്ഷേ ഇതിങ്ങനെ ഒരു റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഒരു എക്സാം നമ്മൾ എഴുതി കഴിഞ്ഞ് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോ റീടെസ്റ്റ് വരുന്നത്. അപ്പോൾ 24/2 ഒരിക്കൽ കൂടി ഓർത്തിരിക്കുക, 24/2/2018 501/2017 നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ നോക്കുക. 501/2017 കോഴിക്കോട് ജില്ലയാണ് ഇതുവരെ ഇപ്പോൾ വന്നിട്ടുള്ളത്. നോട്ടിഫിക്കേഷനിൽ കോഴിക്കോട് ജില്ലയെ കണ്ടിട്ടുള്ളത്. ഇനി വരികയാണെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. OMR പരീക്ഷ എഴുതിയ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കാണ് സിവിൽ എക്സൈസ് വുമൺ സിവിൽ എക്സൈസ് ഓഫീസറാണ് ആ എക്സാം ഉണ്ടായിരിക്കുന്നത്. എക്സാം 27/7/2019 ആയിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യാത്തതിലുള്ള അപ്ഡേഷൻസും ജോബ് ന്യൂസുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളൂ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.